നമസ്കാരം. ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു 68 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കുറച്ചത് 60 കിലോയിൽ എത്തിയത്. അപ്പം ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത്, എൻ്റെ ഡയറ്റിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, എങ്ങനെയാണ് നമ്മൾ എക്സസൈസ് പ്ലാൻ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കലോറി ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് വെയിറ്റ് ലോസിന് വേണ്ടത്. അപ്പൊ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നിടത്താണ് മിക്ക ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഡയറ്റ് നോക്കുന്നുണ്ട്, ഡയറ്റ് ഒക്കെ കൺട്രോൾ ആണെന്നാ പറയുക, പക്ഷെ എങ്ങനെയാണ് ഈ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. അത് കലോറി ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇത്ര ഒരു കലോറി നമ്മൾ എക്സസൈസും വർക്കൗട്ടും ഒക്കെ ചെയ്ത് ബേൺ ചെയ്യുകയും വേണം. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് ശരിയായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് ശരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ വളരെ ഷോർട്ടായിട്ട് എനിക്ക് എങ്ങനെയാണ് ഈ വെയിറ്റ് ഗെയിൻ ഉണ്ടായത് എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ എൻ്റെ BMS കോഴ്സൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് എൻ്റെ നോർമൽ ആയിട്ടുള്ള വെയിറ്റ് 58 കിലോ ആയിരുന്നു. ആ 58 കിലോയിൽ നിന്ന് എനിക്ക് ഒരു വർഷം കൊണ്ടാണ് എനിക്ക് ഈ ഒരു 68 കിലോ വെയിറ്റിലേക്ക് ഞാൻ എത്തുന്നത്. അതെങ്ങനെയാണെന്നും കൂടി പറയാം. കാരണം പൊതുവേ ഞാൻ കുറച്ചൊക്കെ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു. ഞാൻ യോഗ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു യോഗ. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു നോർമലി നമ്മൾ കോളേജിലൊക്കെ ആയിരിക്കുന്ന സമയത്ത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു കോളേജിലും ഹോസ്റ്റലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ എന്ന രീതിയിലേക്ക് പോകുമ്പം രാവിലെ തൊട്ട് വൈകിട്ട് 4 മണി വരെ ക്ലാസ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും നെക്സ്റ്റ് ഡേ എക്സാം. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. നമ്മൾ പിന്നെ ഹോസ്റ്റലും ഈ പറഞ്ഞ ഈ ഒരു ക്ലാസ്സുമായിട്ട് കുറച്ചൊരു ദൂരമുണ്ട്. അപ്പൊ ആ ദൂരം നമ്മൾ ഒരു 1 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. അപ്പൊ അത് നടന്നിട്ട് വേണം തിരിച്ചു വരാനായിട്ട്. അപ്പൊ ഇത് നടക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എക്സസൈസ് ഒന്നും ചെയ്യാനും യോഗ ചെയ്യാനും ഒന്നും തോന്നില്ല. റെസ്റ്റ് എടുക്കാനേ തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു അവിടെ. പിന്നെ ഈ എക്സാമിന് പഠിക്കുന്ന സമയത്ത് എനിക്കെന്ന് പറഞ്ഞാൽ പൊതുവെ ബേക്കറി ഐറ്റംസിൽ ഈ പേട അങ്ങനെയുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടല്ലോ, എല്ലാം അല്ല, ചില മധുര പലഹാരങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമാണ്. ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ കഴിക്കാൻ തോന്നുക. നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്തൊന്നും വീട്ടിൽ ഇതുപോലെ അധികം ചോക്ലേറ്റോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെക്കാറില്ല. അപ്പൊ നമ്മൾ കഴിക്കുകയില്ല. പക്ഷെ ഈ ഹോസ്റ്റലിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ ചോക്ലേറ്റും ഈ ബേക്കറി ഐറ്റംസ്, കേക്ക്, പേട ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കും. കാരണം എനിക്ക് പഠിക്കുമ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. എന്തോ സ്ട്രെസ്, ഒരു 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 തോന്നലാണ്. അത് കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും വരാനില്ലായിരിക്കും. പക്ഷെ അപ്പോൾ എനിക്ക് ഇതൊക്കെ കഴിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ഇതൊക്കെ കഴിക്കരുത്. അപ്പം ഇതൊക്കെ കൂടിയാണ് എൻ്റെ വെയിറ്റ് ഗെയിനിന് കാരണമായിട്ടുള്ളത്. വളരെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോയി. അതിന്റെ പുറമെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും ഡയറ്റും ആയിരുന്നു എൻ്റെത്. ശരിക്കും ഇവിടെ ഹോസ്റ്റലിൽ തന്നുകൊണ്ടിരുന്നത് നോർമൽ ആയിട്ടുള്ള ഡയറ്റ് ആണ്. അത് സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അവരവിടെ നോർമലി ഫുഡ് കഴിക്കുന്ന നോർമൽ ഫുഡ് അത് മാത്രം കഴിക്കുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും വെയിറ്റ് ഞാൻ കൂടുമായിരുന്നു. ഞാൻ ഈ കണ്ണി കണ്ട ബേക്കറി പലഹാരങ്ങൾ മൊത്തം വാരി വലിച്ച് കഴിച്ചു എന്നുള്ളതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ചെയ്തു. പക്ഷെ അന്ന് ആ ഒരു 10 കിലോ വെയിറ്റ് കൂടി കഴിഞ്ഞപ്പം എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യായി ഈ ബേക്കറി പലഹാരങ്ങൾ ഇത്ര അധികം സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളത് അന്നാണ് ശരിക്കും എനിക്ക് ബോധ്യമായത്. അതിനുശേഷം പക്ഷെ ഇപ്പോ ഞാൻ അങ്ങനെയല്ല. ഞാൻ വളരെ കൺട്രോൾഡ് ആണ്. ഇപ്പൊ എനിക്ക് ഐസ്ക്രീം, ചോക്ലേറ്റ് കൊണ്ടുവന്ന് തന്നാൽ പോലും ഞാൻ വേണ്ടാന്നാണ് പറയാറ്. ഞാൻ കഴിക്കാറില്ല. കാരണം ഇതൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാലോറീസ് ആണ്. കാരണം എനിക്ക് അതിനോട് ഇപ്പൊ ഒരു താല്പര്യമേ ഇല്ല. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ച് കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോടൊക്കെയുള്ള താല്പര്യം പോകും. ഇപ്പൊ അത്രയും ഞാൻ കെയർഫുൾ ആയി. ഇതൊക്കെ കാണുമ്പോൾ ഇത് ഒത്തിരി കാലറീസ് ആണ്, ഇത് ഇത്രയും കഴിച്ച് നമ്മൾ ഇത്രയും വർക്ക്ഔട്ട് ചെയ്യണം ഇത് ബേൺ ചെയ്യാനായിട്ട് എന്നൊക്കെയുള്ള ഒരു തോന്നലിലേക്ക് പോയി ഇപ്പൊ. അതുകൊണ്ട് അതൊന്നും കഴിക്കാറില്ല. ഇപ്പൊ അങ്ങനെയാണ് ഉള്ളത്. ഇനി ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്നുള്ളത് പറയാം. ഞാൻ വളരെ കൃത്യമായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ഡയറ്റിൽ വേണ്ട കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഫൈബർ, ഇതൊക്കെ ഒരു നിശ്ചിത അളവിൽ നമുക്ക് എല്ലാവരുടെ ബോഡിക്കും ആവശ്യമാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഒരു ഒരു ലോങ് ടേം കുറെ നാളത്തേക്കൊന്നും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും അത് അനാരോഗ്യകരമായിട്ടുള്ള ഒരു രീതിയാണ്. അൺഹെൽത്തി വെയിറ്റ് ലോസ് ആണ്. ക്രാഷ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വെയിറ്റ് കുറയാനായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് തന്നെ
അതിന്റെ ക്വാണ്ടിറ്റിയാണ് പ്രധാനം. ഓരോരുത്തർക്കും ഇത്ര നിശ്ചിത അളവ് മതി. അത് നമ്മൾ കണക്ക് കൂട്ടുന്നത് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ദിവസം എത്ര കലോറി നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമാണ് എന്ന് നോക്കിയിട്ടാണ്. അതറിയാനായിട്ട് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ, ഫിസിക്കൽ ആക്ടിവിറ്റി, നിങ്ങൾ സെഡൻഡറി ആണോ, ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഡെസ്ക് ജോബ് ആണോ, ജോലി എങ്ങനത്തെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കലോറി തീരുമാനിക്കുന്നത്. എന്നിട്ട് നമ്മൾ എത്ര കലോറി എക്സസൈസിലൂടെയോ വർക്കൗട്ടിലൂടെയോ ഒക്കെ ബേൺ ചെയ്യണം എന്ന് കൂടി തീരുമാനിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസും പ്ലാൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇത് കൊണ്ടുപോകേണ്ടത്. ഞാൻ മുന്നേ ഇട്ട വെയിറ്റ് ലോസ് വീഡിയോന്റെ അടിയിലും കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് പറയാനുള്ളത്, നമുക്ക് അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ബോഡി വെയിറ്റ്, ഹൈറ്റ്, ആക്ടിവിറ്റി ലെവല് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എത്ര കലോറി നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമെന്ന് തീരുമാനിക്കുന്നത്. അത് തീരുമാനിച്ചിട്ടാണ് നമ്മൾ എത്ര കലോറി നമ്മൾ ബേൺ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കലോറി ബാലൻസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് ശരീരഭാരം ശരിയായിട്ടുള്ള രീതിയിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡയറ്റ്, ഓരോരുത്തർക്കും ഏത് രീതിയിൽ ഡയറ്റ് സെറ്റ് ചെയ്യണം, എക്സസൈസ് സെറ്റ് ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിരിക്കാം. അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും ഏത് രീതിയിലാണ് നിങ്ങൾ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ ഡയറ്റ് കലോറി ബേസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു 2 മുതൽ 4 കിലോ വെയിറ്റ് വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പും അവരുടെ മെറ്റബോളിസം ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എത്ര വെയിറ്റ് കുറയുന്നു എന്നുള്ളത്. എന്നിരുന്നാലും നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മുതൽ 4 കിലോ വെയിറ്റ് വരെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എക്സസൈസ് പ്ലാൻ ചെയ്യുമ്പോഴാണ്. അപ്പം ചില ആൾക്കാർക്ക് ഇപ്പം മുട്ടുവേദന വളരെ സാധാരണയായിട്ടുള്ളതാണ്. അപ്പൊ ഈ മുട്ടിനധികം സ്ട്രെയിൻ ചെയ്യുന്ന എക്സസൈസുകൾ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ആ ഒരു വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളെ മുട്ടുവേദനയൊക്കെ ഒന്ന് മാറിയിട്ട് മാത്രമേ നമുക്ക് ഈ മുട്ടിനൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള സ്ക്വാറ്റ്സ് അങ്ങനെയുള്ള എക്സസൈസിലേക്കൊക്കെ ശരിക്കും പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഈ എക്സസൈസിൽ, നിങ്ങൾ ഇതുപോലെ എക്സസൈസ് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ പറയും ഒരുപാട് ദൂരം നടക്കാറുണ്ട്, മുട്ടുവേദനയാണ് പക്ഷെ എന്നാലും നടക്കാറുണ്ട് എന്നുള്ളത്. അങ്ങനെ മുട്ടിനെ സ്ട്രെയിൻ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ഓവർ വെയിറ്റ് ഉള്ള ആളുകൾ മുട്ടിനെ സ്ട്രെയിൻ ചെയ്യിക്കാത്ത രീതിയിലുള്ള എക്സസൈസുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മുട്ടുവേദന കൂടിയിട്ട് പിന്നെ അതിന് നമ്മൾ മരുന്ന് കഴിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. നിങ്ങൾക്ക് ഞാൻ ഈ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ തന്നെ കണ്ടാൽ അറിയാം. ഞാൻ ഈ വെയിറ്റ്, ഈ 8 കിലോ കുറയ്ക്കാൻ ഏകദേശം 7 മാസം എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടായിരുന്നു എന്റെ വെയിറ്റ് ലോസ് ജേർണി. ഒറ്റയടിക്ക് 68 നേരെ 60 കിലോയിലേക്ക് ഞാൻ എത്തിയതല്ല കേട്ടോ. അത് ഒരിക്കലും ഇങ്ങനെ നേരെ എത്തില്ല. അതിങ്ങനെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും ഇടയിലായിട്ട്. നമ്മൾ കുറച്ച് വെയിറ്റ് കുറയും, പിന്നെ ചിലപ്പോൾ ഇത്തിരി കൂടും, വീണ്ടും കുറയും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കൂടും. ഇങ്ങനെ കുറഞ്ഞ് അവസാനമാണ് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഒരു വെയിറ്റിൽ എത്തുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ 7 മാസം സമയം എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ട ആ ഫോട്ടോ, തംബ്നെയിലിൽ ആദ്യം കണ്ട ഫോട്ടോ ഇല്ലേ, ഒരു ബ്ലൂ ഡ്രസ് ഇട്ടിട്ടുള്ള, അപ്പൊ അതെടുത്തത് നവംബറിലാണ്. പിന്നെ രണ്ടാമത് കണ്ടിട്ടുള്ള ഫോട്ടോ അതിന്റെ അടുത്ത വർഷം എന്റെ ഫ്രണ്ടിന്റെ കല്യാണ നിശ്ചയത്തിന്റെ സമയത്ത് എടുത്തിട്ടുള്ളതാണ്. അത് ഏകദേശം ഓഗസ്റ്റ് ആ ടൈമിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്താണ് ആ സെക്കൻഡ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ 2 ഫോട്ടോ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ ഫോട്ടോയിൽ എന്റെ മുഖമൊക്കെ നല്ല പഫി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താ, ഞാൻ ഒത്തിരി ഷുഗർ കഴിക്കായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, കേക്ക്, പേട, ബേക്കറി ഐറ്റംസ് എല്ലാം ആ സമയത്ത് വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ഈ എക്സാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോ ക്രേവിങ്സ് വരുമായിരുന്നു ഇങ്ങനെ കഴിക്കണമെന്ന്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. തീരെ ക്ലീൻ അല്ലായിരുന്നു എന്റെ ഡയറ്റ്. ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഇതാണ് ആ സമയത്ത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒരു 7 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ആ സമയം ആയപ്പോഴേക്കും ഈ പഫിനെസ്, മുഖത്തുള്ള പഫിനെസ് ഒക്കെ കുറെ കുറഞ്ഞ് കുറച്ചുകൂടി ഒന്ന് ഫിറ്റ് ആയിട്ട് ഉള്ള ഒരു ഫോട്ടോ ആണ് രണ്ടാമത് കാണുന്നത്. ഈ അനാവശ്യമായിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഒരു പഫി ഫേസ് നമുക്ക് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നത്. പിന്നെ അതല്ലാണ്ടും വരാട്ടോ, വേറെ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടൊക്കെ വരാം. അപ്പൊ അതിനൊക്കെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ ഈ വെയിറ്റ് ലോസിന് ഇറങ്ങി തിരിക്കുന്നതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്യണം. നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്യണം, സ്കാൻ ചെയ്യണം. നമുക്ക് മറ്റെന്തെങ്കിലും അസുഖം കൊണ്ടാണോ ഈ വെയിറ്റ് കൂടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഇതിൽ ഡയറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തേതാണ് ഉറക്കം. നമ്മൾ ഈ ഒരു
7 മുതൽ 8 മണിക്കൂർ ഉറങ്ങാതെ നമ്മൾ എന്തൊക്കെ എക്സസൈസും ഡയറ്റും ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടാനേ പോകുന്നില്ല. ഉറക്കം നമ്മുടെ ശരീരത്തിൽ റിപ്പയർ വർക്ക് നടക്കാനായിട്ട് വളരെ പ്രധാനമാണ്. അത് ഈ ഒരു 10:30 സമയത്ത് തന്നെ പോയിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾ ഇതുപോലെ നമുക്കറിയാം ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ, നമുക്കറിയാം ജിമ്മൊക്കെ മിക്കവാറും രാത്രിയൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പൊ 10 മണിക്കൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ വൈകുന്നേരം ചെയ്യുന്ന ഈ വർക്കൗട്ട് ഒക്കെ നമ്മളൊരു 7 മണിക്ക് മുന്നേ ആയിട്ട് തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു 10 മണി സമയത്തൊക്കെ നമ്മളെ ബോഡി ആ ഒരു ഉറക്കത്തിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. അപ്പൊ നമ്മൾ പിന്നെയും നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരിക്കലും നമ്മളെ ബോഡീനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആ സമയത്ത് ഉറക്കം. അതുകൊണ്ട് ഈ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 7 മണി ആ ഒരു സമയത്തോട് കൂടി തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ചില ചില തെറ്റുകൾ പല ആളുകളും വെയിറ്റ് ലോസിൽ വരുത്താറുണ്ട്. അപ്പൊ ഉറക്കത്തിന്റെ കാര്യം വളരെ പ്രധാനമാണ്. അത് ഈ ഒരു 10:30 സമയത്ത് തന്നെ ഉറങ്ങിയിട്ട് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം കുടിക്കുക. അതെല്ലാവർക്കും അറിയാം. വെള്ളം കുടിക്കുന്ന കാര്യം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ എന്തായാലും കുടിക്കണം. വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിലും ഈ പറഞ്ഞ പോലെ ടോക്സിൻസ് ഒന്നും നമ്മളെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ്. പിന്നെയുള്ള ഒരു കാര്യമാണ് ഫുഡിന്റെ ടൈമിങ്സ്. ഏറ്റവും പ്രധാനം വൈകുന്നേരത്തെ, അതായത് ഡിന്നർ, അവസാനം കഴിക്കുന്ന ഫുഡ്. ആ ഫുഡ് കൊണ്ടുപോയിട്ട് 11 മണിക്ക് രാത്രി കഴിച്ചിട്ട് അപ്പൊ തന്നെ കിടന്നുറങ്ങുന്ന ആളുകളാണ്. വെയിറ്റ് ലോസ് ആന്ന് പറയും, ഡയറ്റ് ഒക്കെ കൺട്രോൾ ആണെന്നും പറയും. പക്ഷെ വെയിറ്റ് കുറയില്ല. അങ്ങനെ കിടന്ന് ഒരിക്കലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. നമ്മൾ ഈ രാത്രി കഴിക്കുന്ന ഫുഡ് പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയവും തമ്മിൽ ഒരു 2.5-3 മണിക്കൂർ എങ്കിലും ഗ്യാപ്പ് വേണം. അപ്പൊ നമ്മൾ ഈ വൈകുന്നേരം കഴിക്കുന്ന ഫുഡ് ഒരു 7 മണി 7:30 സമയത്ത് കഴിച്ചിട്ട് വേണം പിന്നെ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സാവധാനം പോയിട്ട് കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഫുഡ് കഴിച്ച ഉടനെ ഒരിക്കലും രാത്രി കിടക്കാനായിട്ട് പാടില്ല. പിന്നെ നമ്മുടെ ഫുഡ് ടൈമിങ്സ്. പല ആൾക്കാരും പട്ടിണി കിടന്നിട്ട് ഈ വെയിറ്റ് ലോസ് നോക്കും. ശരിയായിട്ടുള്ള രീതിയല്ല. അതുകൊണ്ടൊന്നും നമുക്കൊരു ശാശ്വതമായിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ആയിട്ട് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മൾ. പിന്നെ നമുക്ക് മിഡ് ഡേ സ്നാക്ക് ആയിട്ട് കഴിക്കാം. ആ സമയത്ത് ഒരു ഫ്രൂട്ട്, ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രൂട്ട് നമ്മൾ ഈ 11 മണി സമയത്ത് കഴിക്കുന്നതാണ്. പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കണം. ഇതൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സ്നാക്സ് കഴിക്കണം ഈവനിങ്ങിൽ. സ്നാക്സ് എന്ന് പറയുമ്പോൾ നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിന്നർ അതൊരു 7-7:30 ഒക്കെ ആവുമ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ മിക്ക ആളുകളും പരാജയപ്പെട്ടു പോകുന്നത് ഈ പറഞ്ഞ ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന സ്ഥലത്താണ്. ഇതിന് നിങ്ങളുടെ ബോഡിക്ക് എത്ര ആവശ്യമാണ്, അപ്പൊ എങ്ങനെ നമ്മൾ തീരുമാനിക്കും? ഇത് നമുക്ക് അളന്നെടുത്താലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനൊരു കിച്ചൺ സ്കെയിൽ ഒക്കെ വാങ്ങിക്കണം. അപ്പൊ അങ്ങനെ നമ്മളെ ബോഡിക്ക് എത്ര ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് എത്ര കാലറീസ് ബേൺ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ആയിട്ട് മാത്രം ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയറ്റും എക്സസൈസും ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ താഴെ നമ്പർ കൊടുത്തിരിക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഡയറ്റ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. പിന്നെ എക്സസൈസിന്റെ കാര്യത്തിലേക്ക് വരുമ്പം പല ആൾക്കാരും കാർഡിയോ മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയല്ല നമ്മൾ എക്സസൈസ് പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ എക്സസൈസിൽ കാർഡിയോ വേണം, നമുക്ക് വെയിറ്റ് ട്രെയിനിങ് വേണം, അതുപോലെ തന്നെ പിന്നെ കുറച്ച് യോഗയും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ചെയ്യാനായിട്ട്. പല ആളുകളും ചോദിക്കുന്നതാണ് ജിമ്മിൽ തന്നെ പോണോ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഈ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കൺസിസ്റ്റൻസി ആണ് ഇവിടെ പ്രധാനം. 2 ദിവസം ചെയ്ത് പിന്നെ ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബോഡി പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് മതിയായിരിക്കും, അതായത് ബ്രേക്ക് മതിയായിരിക്കും. ബാക്കി എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. പക്ഷെ ചിലർക്ക് ഒരു 2 ദിവസമൊക്കെ ബ്രേക്ക് വേണ്ടി വരും. അതൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്തോളണം എന്നൊന്നുമില്ല. നമ്മളെ ബോഡിയിലെ മസിൽസിനും ഒരു ബ്രേക്ക് ഒക്കെ ആവശ്യമാണ് റിപ്പയർ വർക്ക് ഒക്കെ നടക്കാനായിട്ട്. അപ്പൊ 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇത് ഒരിക്കലും ഒരു ശിക്ഷ പോലെ വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കണം കുറയ്ക്കണം, ശിക്ഷയല്ല ഇത്. നമ്മൾ നമ്മളെ ബോഡിക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു നല്ല കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. കാരണം വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ തന്നെ ഇല്ലാണ്ടാവും. വെയിറ്റ് കുറച്ചില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് അസുഖങ്ങൾ വരാനിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ മുട്ടുവേദനയൊക്കെ. നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ നമുക്കറിയില്ല അത് എന്തോരം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു മുട്ടുവേദന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതൊക്കെ ഓവർ വെയിറ്റ് കൊണ്ട് വരും. ഇപ്പൊ 35 വയസ്സുള്ള ആളുകൾക്ക് വരെ മുട്ടുവേദന എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് ഒരു കാരണമാണ് അതിന്. അപ്പൊ നമ്മൾ എന്തായാലും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരിക്കലും ഇതൊരു ശിക്ഷയൊന്നും അല്ല. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു നല്ല തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.